പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാവ്യയെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തുകയാണ് സിദ്ധു. ഇതോടെ ഇനി ഞാൻ വിചാരിച്ചതുപോലെ ഇവൾ എന്നേക്കുമായി എൻ്റേത് മാത്രമാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും നാൾ താൻ കാത്തിരുന്ന നിമിഷമാണ് ഇപ്പോൾ വന്നെത്തിയത് എന്നുള്ള കാര്യവും സിദ്ധു ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സിദ്ധു ഫ്രഷ് ആകുന്നതിനായി പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ഫ്രഷായി തിരികെ എത്തുമ്പോഴാണ് സിദ്ധുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സിദ്ധുവിന്റെ വീട്ടിലേക്ക് മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും കയറി വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പരുങ്ങി നിൽക്കുന്ന സിദ്ധു, എന്താണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ, സിദ്ധുവിന്റെ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വീട്ടിലും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടേക്ക് വരണം എന്ന് തോന്നി, അതാണ് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ സിദ്ധു, ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന സിദ്ധു, ഏയ് ഇല്ല കൃഷ്ണ, ഞാൻ ചുമ്മാ ചോദിച്ചതാ, എന്താ പെട്ടെന്ന് വന്നത് എന്നറിയാൻ. നിങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? ഞാൻ പുറത്തു പോകാൻ നിൽക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ അർജന്റായിട്ട് തീർക്കേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ്. നിങ്ങൾ പിന്നീട് ഒരിക്കൽ വരികയാണ് എങ്കിൽ വീട്ടിലേക്ക് കയറാം. ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും. ഇതോടെ മണിക്കുട്ടി, സിദ്ധു അങ്കിളിന്റെ കൂടെ കാവ്യാമ്മ വന്നിരുന്നല്ലോ, കാവ്യാമ്മ എവിടെ പോയി എന്ന് ചോദിച്ചതിനെ തുടർന്ന്, എൻ്റെ കൂടെ കാവ്യയോ? ഇല്ല ഇല്ല, ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത്. കാവ്യ വീട്ടിൽ തന്നെ കാണാനാണ് സാധ്യത. എൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകാം. ഇത് കേട്ടതിനെ തുടർന്ന് മണിക്കുട്ടിയുടെ സംശയം വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ സിദ്ധു അങ്കിളിന്റെ കൂടെ കാറിൽ അമ്മ പോകുന്നത് കണ്ടതാണ്. മാത്രവുമല്ല, അമ്മയ്ക്ക് വളരെ ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നും അമ്മയെ ഉടൻ തന്നെ കാണണമെന്ന് മണിക്കുട്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ തൻ്റെ കള്ളക്കളി പുറത്താകുമോ എന്ന് ഭയപ്പെടുകയാണ് സിദ്ധാർത്ഥ്. മാത്രവുമല്ല, എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥ് അവരെ പുറത്താക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എനിക്ക് കൂടുതൽ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണ്. വരൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വീടിന്റെ കതക് അടച്ചുകൊണ്ട് സിദ്ധു പുറത്തേക്കിറങ്ങി കാർ എടുക്കാൻ തയ്യാറാവുകയാണ്. ഇതോടെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും എന്താണ് ഇങ്ങനെയുള്ള ഈ മനോഭാവത്തിന് പിന്നിലെ കാരണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഡിക്കിയിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, മുത്ത് തന്നെ ആയിരുന്നു. തന്നെ രക്ഷിക്കുന്നതിനായിട്ടാണ് മുത്ത് ഓളിയിട്ടുകൊണ്ട് ശ്രമിക്കുന്നത്. ഇതോടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് മണിക്കുട്ടി കുതിച്ചെത്തുന്നു. ഡിക്കിയിൽ നിന്ന് ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, സിദ്ധു മാമ ഈ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഡിക്കിയിൽ നിന്ന് ഒരു ശബ്ദവും വരുന്നില്ല മണിക്കുട്ടി, എനിക്ക് അർജന്റായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനിയും എൻ്റെ സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കരുത്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സിദ്ധുവിനെ തടയുകയാണ് കൃഷ്ണ. അങ്ങനെ സിദ്ധു പോകാൻ വരട്ടെ, ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പൊക്കോളൂ. എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് നോക്കണം. അതിൽ ഒന്നുമില്ല എങ്കിൽ പിന്നെ എന്താണ് സിദ്ധു ഇങ്ങനെ കിടന്ന് പരുങ്ങുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, കൃഷ്ണ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാശി പിടിക്കുന്നത്? എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ സ്ഥലം. ഞാൻ ഇഷ്ടമുള്ളപ്പോൾ തുറക്കും, ഇഷ്ടമുള്ളപ്പോൾ തുറക്കാതിരിക്കും. അതിൽ നിങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ഇതോടെ വീണ്ടും ശബ്ദം പുറത്തേക്ക് വന്നതിനെ തുടർന്ന് സിദ്ധു താൻ പെട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതെ, ഡിക്കിയിൽ ആരോ ഉണ്ട്.
അച്ഛാ, ഡിക്കിയിൽ ആരോ ഉണ്ട്, മണിക്കുട്ടി ഉറപ്പിച്ചു പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് കീ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് കൃഷ്ണ. ഇത് എതിർത്തുകൊണ്ട് കൃഷ്ണ, കൈവിടറാ, എടാ കൈവിടാനാ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് സിദ്ധു ശ്രമിക്കുന്നു. പക്ഷേ കൃഷ്ണയുടെ ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സിദ്ധുവിന് ഉണ്ടാകുന്നത്. ഇതോടെ കീ സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഡിക്കി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു അവർ. അതാ ഡിക്കിയിൽ മുത്ത് കൈയും കാലും കെട്ടിയിട്ട നിലയിലാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന മണിക്കുട്ടി, അച്ഛാ, മുത്തല്ലേ ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞ് വായിലെ തുണി മാറ്റുകയും കയ്യിലെ കെട്ട് അഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിദ്ധു. ഉടൻ തന്നെ, അച്ഛാ, അമ്മയെ ചതിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇയാൾ ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. എന്താണ് സംഭവമെന്ന് കൃഷ്ണ ചോദിച്ചതിനെ തുടർന്ന് അമ്മയ്ക്ക് മയക്കുമരുന്ന് കൊടുത്താണ് ഇവിടേക്ക് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുത്ത്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ ഉടൻ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സിദ്ധുവിനെ പിടികൂടുന്നു. എടാ കള്ള, ഇവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവിന്റെ ഇരു കൈകളും ചേർത്ത് വളച്ചു പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. രക്ഷപ്പെടാൻ തനിക്കിനി സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പും സിദ്ധുവിന് ഉണ്ടാകുന്നു. ഇതോടെ സിദ്ധുവിന്റെ വീടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നതിനായി തീരുമാനമെടുത്തിരിക്കുകയാണ് കൃഷ്ണ. വീട് ഓപ്പൺ ചെയ്ത് റൂം തുറന്നു നോക്കുമ്പോഴാണ് അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന കാവ്യയെ കാണുന്നത്. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ. എങ്ങനെയാണ് ഇനി കാവ്യയെ രക്ഷിക്കുക എന്നറിയാതെ പകച്ചു പോകുന്ന കൃഷ്ണ ഉടൻ തന്നെ കാവ്യയെ എണീപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ കാറിൽ കയറ്റുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് കാവ്യയോട് മുത്ത് സത്യങ്ങളെല്ലാം പറയാൻ തയ്യാറാകുന്നത്. തന്നെ ചതിക്കുന്നതിനായി താൻ വിശ്വസിച്ച സിദ്ധു ശ്രമിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞത് കാവ്യയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ കാവ്യ ഉടൻ തന്നെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ജയമോഹിനി വരുന്നതും കൃഷ്ണയെ ഡിവോഴ്സ് ചെയ്യുന്നതിനുള്ള പേപ്പർ എടുത്തുകൊണ്ട് കാണിക്കുന്നതും ഒപ്പിട്ടാൽ മാത്രം മതിയെന്നും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നും ജയമോഹിനി പറഞ്ഞതിനെ തുടർന്നാണ് ജയമോഹിനിയോട് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ആക്രോശിക്കുന്നത്. എനിക്കറിയാം ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാവ്യ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത അവസ്ഥയിൽ ജയമോഹിനി നിൽക്കുകയാണ്. ഇതേ സമയം തൻ്റെ ജീവൻ രക്ഷിച്ച മണിക്കുട്ടിയോട് നന്ദി പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുത്ത് കടന്നു വരുന്നത് മുത്തിൻ്റെയും മണിക്കുട്ടിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ കാരണമാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.